അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ്. ഡയറക്ടർ ഹിയോ മിയോങ് ഹാങ് സംവിധാനം ചെയ്ത് 2024 പുറത്തിറക്കിയ അടിപൊളി കൊറിയൻ ആക്ഷൻ മൂവിയാണ് ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ്. സിനിമയുടെ തുടക്കം ഒരു എക്സ്പെരിമെന്റ് ലാബ് കാണിക്കുന്നു. അവിടെ ഉടുമ്പ് വർഗത്തിൽപ്പെട്ട ജീവികളെ പരീക്ഷിച്ച് എന്തോ മിസ്റ്റേക്ക് സംഭവിച്ച് കുറച്ച് സ്റ്റാഫുകൾ മരിച്ചു കിടക്കുകയാണ്. ആകെ തകിടം മറിഞ്ഞ ഡോക്ടർ നിൽക്കുമ്പോൾ പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ വന്ന് നോക്കിയിട്ട് അപ്പുറത്തെ മുറിയിൽ കിടത്തിയിരുന്ന തന്റെ മകളുടെ അടുത്ത് വന്നിട്ട് നീ ഉടൻ തിരിച്ചു വരും, ഞാൻ നിന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരുതരം മരുന്ന് സൂചിയിൽ കയറ്റുന്നു. അപ്പോഴേക്കും അവിടെ പോലീസുകാർ എത്തുകയാണ്. നിനക്ക് ഭ്രാന്തുണ്ടോ, നീ എന്താണ് കാണിക്കുന്നത്, നിന്റെ മകൾ ഇനി തിരിച്ചു വരില്ലെന്ന് പറയുമ്പോൾ ഇല്ല, അവളെ എനിക്ക് ഇനിയും രക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കുറച്ചാകുമ്പോൾ അവർ ഡോക്ടറുടെ കയ്യിൽ ഷൂട്ട് ചെയ്യുന്നു. പെട്ടെന്ന് അവിടെ ഭൂകമ്പം ഉണ്ടാവുകയാണ്. പുറത്തെ ഫ്ലാറ്റുകളെല്ലാം ഇടിഞ്ഞ് താഴെ വീഴുന്നു. എല്ലാവരും തിരിച്ച് താഴേക്ക് പോകുമ്പോൾ ഡോക്ടർ ഓടാതെ മകളുടെ അടുത്ത് വരുമ്പോഴേക്കും ഫ്ലാറ്റ് ഇടിഞ്ഞ് താഴെ മുഴുവനുമായി വീഴുന്നു. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് കൊറിയയിലെ ഭൂകമ്പമുണ്ടായ ആ സ്ഥലത്തെയാണ്. അവിടെ മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞ് തരിപ്പണമായി കിടക്കുന്നു. അവിടെ ജീവാൻ എന്ന യുവാവ് അമ്പുമായി ഹണ്ടിങ്ങിനെ നടന്ന് പേടിച്ചു വരികയാണ്. പെട്ടെന്നൊരു മുതല അതുവഴി വരുന്നത് കണ്ട് തുണിയിൽ തീ കത്തിച്ച് വില്ലിൽ കൊളുത്തിയിട്ട് മുതലയുടെ കണ്ണിൽ തറയ്ക്കുന്നു. തുടർന്നവൻ അടുത്തേക്ക് പോകുമ്പോൾ മുതല മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതവനെ ആക്രമിക്കാൻ വരുന്നു. അങ്ങനെ അവൻ കാറിൽ കയറിയിരുന്നെങ്കിലും കണ്ണാടി പൊട്ടിച്ച് മുതല അവനെ പിടിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നമ്മുടെ ഡോൺലി അണ്ണന്റെ എൻട്രി. മുതലയുടെ വാലിൽ പിടിച്ച് പിന്നിലോട്ടിട്ട് വലിയ കത്തി കൊണ്ട് വെട്ടി തലയെ വേർതിരിക്കുന്നു. ജസ്റ്റ് മിസ്സളിയ, കുറച്ചുകൂടെ നീ താമസിച്ചിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞനെന്ന് ജീവാൻ പറയുന്നു. മുതലയെ നോക്കിയിട്ട് വാ, ആഹാരത്തിനുള്ള സമയമായെന്ന് ഡോൺലി പറയുകയാണ്. ശേഷം കാണിക്കുന്നത് ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ താമസിക്കുന്ന സൂ എന്ന് പറയുന്ന പെണ്ണിനെയാണ്. അവളോടൊപ്പം അവളുടെ മുത്തശ്ശിയും താമസിക്കുകയാണ്. അവൾക്ക് കൂട്ടായിട്ട് അവളുടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. പുറത്തു നിന്നും മുത്തശ്ശി വരുന്നത് കണ്ട് എന്താ മുത്തശ്ശി പുറത്തു പോയത്, എന്ത് വേണമെങ്കിലും ഞാൻ പോയി കൊണ്ടുവരുമായിരുന്നല്ലോ, ഇനി ഇങ്ങനെ പുറത്തു പോകലെന്ന് പറഞ്ഞ് കെയറിങ് കൊടുക്കുന്നു. നമുക്കൊരു ദിവസം ഇവിടെ നിന്നും പോകണം, മറ്റൊരു അടിപൊളി സ്ഥലത്ത് ജീവിക്കണം, ശുദ്ധമായ ജലവും നല്ല ആഹാരവും ഒക്കെ കഴിച്ച് മുത്തശ്ശിയെ അടിപൊളിയായി നോക്കണമെന്ന് സൂ പറയുന്നു. ഇവർക്കിവിടെ ശുദ്ധമായ ജലം കുടിക്കാനും കുളിക്കാനും കിട്ടില്ലായിരുന്നു. ആ സ്ഥലത്ത് രക്ഷപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഭൂകമ്പം കഴിഞ്ഞ് 3 വർഷമായി ഇവരിവിടെ ഒത്തൊരുമയായി കഴിഞ്ഞു പോവുകയാണ്. നമ്മുടെ ഡോൺലി അണ്ണനും കൂട്ടുകാരൻ ജീവാനും അവർ പിടിച്ച മുതലയെ വെട്ടി ഇറച്ചി ഓരോ കുടുംബങ്ങൾക്കും കൊടുക്കുകയാണ്. പകരം അവർ ഇവർക്ക് വേണ്ട പല സാധനങ്ങളും തിരിച്ചു കൊടുക്കും. അടുത്തതായി പണക്കാരിയായ ഒരു ലേഡി അവിടേക്ക് വന്ന് അവരുടെ ആഭരണങ്ങൾ എടുത്ത് കാണിക്കുന്നു. എന്നിട്ട് എനിക്ക് ഇതിന് പറ്റിയ മുതലയുടെ വലിയൊരു പീസ് വേണമെന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ പോകുമ്പോൾ നമ്മുടെ സൂവും മുത്തശ്ശിയും ഇറച്ചിക്ക് വേണ്ടി വരികയാണ്. സൂവിനെ കണ്ടതും ജീവാന്റെ മുഖത്ത് പുഞ്ചിരി വിരിയാൻ തുടങ്ങി. അവനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഡോൺലിക്കും അവരോട് വലിയ അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ ഒരു ഇറച്ചിയുടെ പീസ് തന്നെ ഫ്രഷ് ആയിട്ട് എടുത്തു കൊടുക്കുന്നു. സൂ അടിപൊളിയായിട്ട് പടം വരയ്ക്കുമായിരുന്നു. ഡോൺലി മാനിനെ അമ്പ് ചെയ്യുന്ന പടം സൂ വരച്ചത് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് കണ്ട് ഡോൺലി വളരെ ഹാപ്പിയാവുകയാണ്. അവർ ഒരു കുടുംബത്തെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു വണ്ടിയിൽ സൈറനും അടിച്ച് മറ്റേത് സ്ഥലത്ത് നിന്നും കുറച്ച് ഗ്യാങ്സ്റ്റർ വരുന്നു. അവർ വന്നിട്ട് പറയുകയാണ്, നമുക്ക് കുറച്ച് ആൾക്കാരെ ഇവിടെ നിന്നും വേണം, നമുക്കൊരു ആവശ്യമുണ്ട്, അതിനായി ഞാൻ കുറച്ചു പേരെ സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അവരുടെ ഭീഷണിയിൽ പേടിച്ച് കുറച്ചുപേർ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് വണ്ടിയിൽ കയറുന്നു. അതിനെ എതിർത്തവരെ ക്രൂരമായി ആക്രമിക്കുകയാണ്. തുടർന്ന് സൂവിനെ കണ്ട് നീ കൊള്ളാലോ, നീയും വരണമെന്ന് പറഞ്ഞ് അവളെ പിടിക്കുമ്പോൾ ജീവാൻ വന്ന് ഒരൊറ്റ ഇടി കവാലത്തില്. എന്നിട്ട് പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടുന്നവന്റെ കൈയല്ല വെട്ടേണ്ടത്, മറിച്ച് ബാക്കി പറയാൻ തുടങ്ങുമ്പോഴേക്കും അവരെല്ലാം വന്ന് അവനെ അടിച്ച് റെഡിയാക്കുന്നു. ഡോൺലി വന്ന് പിടിച്ചു മാറ്റി പ്രശ്നം സോൾവ് ആക്കുമ്പോൾ ഒരുത്തൻ അവന്റെ കോളറിൽ കയറി പിടിക്കുന്നു. ഒരൊറ്റ ഇടി അവൻ തെറിച്ചുപോയി വീഴാണ്. പിന്നെ അവിടെ അടിയുടെ ഇടിയുടെ പെരുമഴ. ഡോൺലി എല്ലാത്തിനെയും ഇടിച്ച് റൊട്ടിയാക്കുന്നു. എന്നിട്ട് നേതാവിനെ പിടിച്ചു കുടഞ്ഞിട്ട് നീയാണോ ഇതിലെ നേതാവെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനല്ല, ടൈഗർ എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ ബോസ് എന്ന് പറയുന്നു. അവന്റെ കയ്യിൽ നല്ല തെളിഞ്ഞ വെള്ളം കുപ്പിയിലിരിക്കുന്നത് കണ്ട് ഇതെവിടെ നിന്നും ഇത്ര നല്ല വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ചോദിക്കുന്നു. നമ്മളൊരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്, അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ശരി, ഇനി ഈ ഏരിയയിൽ കണ്ടാൽ പൈലെ അടിച്ച് റെഡിയാക്കുമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. തുടർന്ന് അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. മറ്റേ പണക്കാരി പെണ്ണ് ഡോൺലിയെ നോക്കി തള്ളെ നീ കൊള്ളാലോ എന്ന് പുഞ്ചിരിക്കുമ്പോൾ തള്ള ഇവർക്ക് ഭ്രാന്ത് തന്നെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു.
കുറെ നേരത്തിന് ശേഷം അവർ രണ്ടുപേരും സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സൂവിന്റെ വീട്ടിൽ കോട്ടും സ്യൂട്ടുമൊക്കെ ഇട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നത് കാണുന്നു. ഡോൺലി കാര്യം തിരക്കുമ്പോൾ ആ ലേഡി പറയുകയാണ്, ഞാനിതിലെ വോളണ്ടിയർ ആണെന്നും നമുക്ക് സിയോളിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, രക്ഷപ്പെട്ട ആൾക്കാരെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കുന്നു, അവിടെ ശുദ്ധമായ ജലം, വൃത്തിയേറിയ ആഹാരങ്ങൾ ഉണ്ടെന്നും പറയുന്നു. അതിനായി സൂവിനെയും വയ്യാത്ത മുത്തശ്ശിയെയും കൊണ്ടുപോകാനാണ് അവർ ഇവിടേക്ക് വന്നത്. ഞങ്ങളുടെ ഒപ്പം മറ്റു രണ്ടുപേരെയും നിങ്ങൾ കൊണ്ടുപോകണം, അത് വേറെ ആരുമല്ല, ഇവർ തന്നെയാണ്, ഇവർ എൻ്റെ സ്വന്തം കുടുംബങ്ങളെ പോലെയാണെന്ന് സൂ പറയുന്നു. അയ്യോ അത് പറ്റില്ല, നിങ്ങൾ രണ്ടുപേരെ മാത്രം കൊണ്ടുപോകാനേ നമുക്ക് കഴിയുള്ളെന്ന് അവർ പറയുന്നു. അത് സാരമില്ല മോളെ, നിങ്ങൾ പൊയ്ക്കോ എന്ന് ഡോൺലി പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കൽ നിങ്ങളെ അവിടെ വന്ന് കാണുമെന്ന് വാക്ക് കൊടുക്കുന്നു. സൂ പോകുന്നതിന് മുമ്പ് ജിവാന് അവൾ വരച്ചൊരു പടം കയ്യിൽ കൊടുക്കുന്നു. അതിൽ ജിവാൻ അമ്പ് ചെയ്യുന്ന ഒരു പടം കാണുന്നു. തന്നെ വരച്ചതോർത്ത് അവൻ സന്തോഷത്തോടെ ചിരിക്കുന്നു. അങ്ങനെ രാത്രി അവർ സൂവിനെ പറ്റി സംസാരിക്കുകയാണ്. അവൾ പോയതിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. തുടർന്ന് മനസ്സനുവദിക്കാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയി അവളെ കാണണമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇവിടെ ഈ സമയത്ത് അവരെയും കൊണ്ട് ആ കൂട്ടർ കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണ്. വേറെയും രക്ഷപ്പെട്ട ആൾക്കാർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. സൂവിന് അവിടെ വെച്ചൊരു പെണ്ണ് ചങ്ങാതിയാവുന്നു. അവൾക്കും ഇവളുടെ സെയിം ഏജ് ആയിരുന്നു. അവൾക്ക് അച്ഛനും അമ്മയും കൂട്ടുമുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് സൂവിന്റെ മുത്തശ്ശിക്ക് വയ്യാതെയാവുന്നു. ഒപ്പം വേറെ ഒരു അപ്പൂപ്പനും. ഇനി നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല, നിങ്ങളെ ഇവിടെ നമ്മുടെ ആൾക്കാരോടൊപ്പം സേഫായി നിർത്തിയിട്ട് നാളെ രാവിലെ വണ്ടി വന്ന് നിങ്ങളെ കൊണ്ടുവരുമെന്ന് അവർ പറയുന്നു. അതുപോലെ അവർ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെ സൂ അവിടുന്ന് മുത്തശ്ശിക്ക് ബൈ പറഞ്ഞ് വിഷമത്തോടെ പോകുന്നു. ഈ സമയം ഡോൺലിയും ജിവാനും അവർ പോയ വഴി നോക്കി അങ്ങോട്ടേക്ക് നടക്കുന്നു. അവർ അവസാനം പട്ടാളക്കാരെ കാണുന്നു. നമ്മൾ എത്തി, ഇനി ഇവർ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വോളണ്ടിയർ ലേഡി അവർക്ക് സ്വാഗതം പറയുന്നു. സൂ നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരന്റെ കഴുത്തിന്റെ സൈഡിൽ ഒരുമാതിരിയുള്ള ഒരു മുറിവ് കാണുന്നു. ഇവിടെ മുത്തശ്ശിയെയും അപ്പൂപ്പനെയും ഒരു താഴ്ചയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അപ്പൂപ്പനെ പിടിച്ച് തള്ളിയിടുന്നു. ശേഷം കത്തിയെടുത്ത് മുത്തശ്ശിയെ കുത്തിക്കൊല്ലുന്നു. ഇത് അതുവഴി വന്ന ജീവാൻ കാണുന്നു. അയ്യോ മുത്തശ്ശി എന്ന് വിളിച്ചു കൊണ്ടുവരുമ്പോൾ അവർ അവനെ ആക്രമിക്കാൻ വരികയാണ്. അപ്പോഴേക്കും ഡോൺലിയും അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നിട്ട് കത്തിയെടുത്ത് അവന്റെ നെഞ്ചിലെറിഞ്ഞു തറയ്ക്കുന്നു. മറ്റവന്റെ നെഞ്ചിലാണെങ്കിൽ അമ്പ് കൊണ്ട് കുത്തികീറി പുറത്താക്കുന്നു. പാപം മുത്തശ്ശിയെ അവൻ നോക്കുമ്പോൾ അവരവിടെ മരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ കാണുന്നത് ശരീരത്തിൽ നിന്നും കത്തിയും അമ്പും വലിച്ചൂരി അവർ വീണ്ടും എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ്. ഇത് കണ്ട് ഡോൺലി ആകെ ഞെട്ടിപ്പോകുന്നു. തുടർന്ന് വീണ്ടും അവിടെ വലിയ ഒരു അടിപിടി ഉണ്ടാകുന്നു. എത്രയൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടും അവർ വീണ്ടും വീണ്ടും എണീറ്റ് വരികയാണ്. ഇതൊക്കെ കണ്ട് ജീവാനും ആകെ ഞെട്ടി നിൽക്കുന്നു. പക്ഷേ അവരുടെ കെണിയിൽ ഒരുത്തൻ അകപ്പെട്ടു പോവുകയാണ്. എന്നാൽ പിന്നെ കണ്ടത് മറ്റൊരു അത്ഭുതം. കത്തിയെടുത്ത് കയറിന് പകരം അവൻ കാലിനെ മുറിച്ച് താഴെ ഇറങ്ങാൻ ശ്രമിക്കുന്നു. ഡോൺലി ഒരുത്തനെ അവസാനം കൊല്ലുകയാണ്. ഇവൻ താഴേക്ക് വന്ന് മൊണ്ടി അവനെ കൊല്ലാൻ വരുമ്പോൾ അവിടെ മറ്റൊരു ലേഡി വന്ന് അവനെ രക്ഷിക്കുകയാണ്. എന്നിട്ട് അവന്റെ കഴുത്തിനെ അറുത്ത് മാറ്റുന്നു. ഇത് കണ്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പിന്നിൽ നിന്ന് മറ്റേ അവൻ വീണ്ടും ഡോൺലിയെ കൊല്ലാൻ വരുന്നു. അവൾ കത്തിയെടുത്ത് അവനെ എറിയുകയാണ്. തുടർന്ന് ഡോൺലി അവന്റെ തലയെ മുറിച്ചു മാറ്റി മുഴുവനുമായി കൊല്ലുന്നു. തുടർന്ന് അവർ മനസ്സ് പൊട്ടിക്കരഞ്ഞ് മുത്തശ്ശിയെ അടക്കം ചെയ്യുന്നു. ഇവിടെ സൂവിനെയും ബാക്കിയുള്ളവരെയെല്ലാം പട്ടാള വണ്ടിയിൽ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം എത്തുകയാണ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുള്ളെന്ന് ആ സ്ട്രേഞ്ചർ ലേഡി പറയുന്നു. തുടർന്ന് അവർ അവരുടെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. താൻ ഒരു സോൾജിയർ ആയിരുന്നുവെന്നും ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ സംരക്ഷിച്ച് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങണമെന്നും അതിനായി ഒരു സ്ഥലം കണ്ടെടുത്ത് അവിടെയെല്ലാം വൃത്തിയാക്കി ഒത്തൊരുമയോടെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടേക്കൊരു ഡോക്ടറായ യാങ്ഗീസു എന്ന ആള് കടന്നു വന്നെന്ന് പറയുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് നിന്റെ പേരിൽ അടുത്തുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ കംപ്ലൈന്റ് തന്നുവെന്നും നീ എന്താണ് അവര് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു എക്സ്പെരിമെന്റ് നടത്തുന്നുവെന്നും അത് വിജയിച്ചാൽ നമുക്ക് മരിക്കാതെയും 3 മന്ത് വരെ വെള്ളം കുടിക്കാതെയും ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ആ സീനിയർ സോൾജിയർ പറയുകയാണ്, ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, നമ്മളെല്ലാം ഡോക്ടറിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് തൊട്ടടുത്ത് നിന്ന സോൾജിയറിനെ വെടിവെച്ചിടുന്നു. എന്നാൽ പിന്നെ കണ്ട കാഴ്ച എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. മരിച്ചു കിടന്ന ആള് വീണ്ടും ജീവനോടെ വന്നെന്ന് പറയുകയാണ്. തുടർന്ന് ഞാൻ ഡോക്ടറെ തടഞ്ഞ് കുട്ടികളെ വെച്ച് ഈ ഒരു പരീക്ഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള സോൾജിയർ എന്നെ തടുത്തു. തുടർന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും അങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ എത്തിയതെന്ന സത്യം മുഴുവനും അവരുടെ അടുത്ത് പറയുന്നു. തുടർന്ന് അവർ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വല്ല മോൺസ്റ്റേഴ്സായി മാറിയാൽ അത് മനുഷ്യർക്ക് തന്നെ ആപത്താണെന്നും പറയുന്നു. ഇത് കേട്ട് എങ്കിൽ ഇപ്പോൾ തന്നെ അവരെ കയ്യോടെ പിടിച്ച് റെഡിയാക്കണമെന്ന് ഡോൺലി പറയാണ്.
അങ്ങനെ അവിടെ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അകത്തൊക്കെ ഒരുപാട് ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്നത് കണ്ട് അവർക്ക് സന്തോഷമാകുന്നു.